നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലെ ഒരുക്കങ്ങളും അടിയൊഴുക്കുകളും പരിശോധിക്കുകയാണ് ഗ്രൗണ്ട് സീറോ. ഗ്രൗണ്ട് സീറോയുടെ ആദ്യ യാത്ര കളമശ്ശേരിയിലേക്കാണ്. പിടിച്ചെടുത്ത UDF കോട്ട നിലനിർത്താനാവുമോ മന്ത്രി പി രാജീവന്? മണ്ഡലം തിരിച്ചുപിടിക്കൽ അഭിമാന പ്രശ്നമാണ് UDFനും. എന്താണ് കളമശ്ശേരിയിലെ കാഴ്ചകൾ? തനേഷ് തമ്പിയുടെ തെരഞ്ഞെടുപ്പ് യാത്ര. കേരളത്തിലെ എണ്ണം പറഞ്ഞ വ്യാവസായിക മണ്ഡലമാണ് കളമശ്ശേരി. മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് സാക്ഷാൽ വ്യവസായ മന്ത്രിയും. ഇനി നടക്കാനിരിക്കുന്നത് മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള 4ാമത്തെ തെരഞ്ഞെടുപ്പ്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് മുസ്ലിം ലീഗിന്റെ VK ഇബ്രാഹിം കുഞ്ഞ്. 2ാം വട്ടം ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികവും UDFന്റെ കയ്യിൽ. ഒരു തരത്തിൽ UDFന്റെ കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാമായിരുന്നു കളമശ്ശേരി മണ്ഡലത്തെ. 2021 സാഹചര്യം വ്യത്യസ്തമായിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിൽ ആരോപണ വിധേയനായ VK ഇബ്രാഹിം കുഞ്ഞിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയില്ല. പകരം സ്ഥാനാർത്ഥിയായ മകൻ VE അബ്ദുൽ ഗഫൂറിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കലാപക്കൊടി ഉയർന്നു. സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭാരവാഹികൾ ഉടപ്പനക്കൽ തറവാട്ടിലെത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ അസ്വസ്ഥതകൾക്കൊപ്പം LDFന് തുടർഭരണം ലഭിക്കുമെന്ന പ്രതീതിയും വിജയിച്ചാൽ പി രാജീവിന് മികച്ച ഒരു വകുപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയും വോട്ടേഴ്സിനെ സ്വാധീനിച്ചു. പാലാരിവട്ടം പാലം മുൻനിർത്തി അഴിമതിയായിരുന്നു LDFന്റെ മുഖ്യ പ്രചരണായുധം. ഒപ്പം ന്യൂനപക്ഷങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ പൗരത്വ, ഏകീകൃത സിവിൽ കോഡ് വിഷയങ്ങളിൽ പി രാജീവും CPIM സ്വീകരിച്ച ഉറച്ച നിലപാടുകളും വോട്ടായി എന്ന് വേണം വിലയിരുത്താൻ. തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ ഫലം വന്നപ്പോൾ പി രാജീവിന് ആധികാരിക വിജയം. ഇപ്പോഴും UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് കളമശ്ശേരി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതിന് അടിവരയിടുന്നു. 14,000-ൽ പരം വോട്ടിന്റെ ലീഡാണ് UDFന് നേടാൻ കഴിഞ്ഞത്. മണ്ഡലത്തിലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി വൻ ഭൂരിപക്ഷത്തിലാണ് UDF നിലനിർത്തിയത്. കോട്ടയായ ഏലൂർ നഗരസഭയിൽ LDFന് നേരിയ മുൻതൂക്കം മാത്രം. 3 പതിറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ UDFന് ലഭിച്ചത് ചരിത്ര വിജയം. ആകെക്കൂടി UDFന് ചെറിയൊരു സുഖം തോന്നുന്ന കണക്കുകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട് UDFന്. സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കളമശ്ശേരിയിൽ 38,447 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിന്നത്. എന്നാൽ ഈ കണക്കുകളൊക്കെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം വഴി മറികടക്കാൻ കഴിയുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇത്തവണയും ജനവിധി തേടിയിറങ്ങുക പി രാജീവ് തന്നെ. ലോക്സഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ജനങ്ങൾ LDFൽ അർപ്പിച്ച വിശ്വാസം അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കളമശ്ശേരിയും കൊച്ചിയും പരസ്പരം വെച്ചുമാറുന്നതിന്റെ ചർച്ചയിലാണ് കോൺഗ്രസും ലീഗും. തീരുമാനം എന്തു തന്നെയാണെങ്കിലും കളമശ്ശേരി ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് UDF നേതൃത്വം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ റിസൾട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വോട്ടുകൾ വർദ്ധിക്കാനും അതുപോലെ പോളിംഗ് കൂട്ടുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. NDAക്ക് വലിയ പ്രതീക്ഷയൊന്നുമുള്ള മണ്ഡലമല്ല കളമശ്ശേരി. പക്ഷേ 2020 കൂടി എത്തിയതോടെ അവർ പിടിക്കുന്ന അധിക വോട്ടുകൾ LDFന്റെയോ UDFന്റെയോ വിജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.